മാധുര്യം നിറഞ്ഞതാകണം. ഒരു മുഅ്മിൻ എന്തിനേക്കാളും ആനന്ദ ലഹരിയിൽ എത്തിച്ചേരുന്നത് സൃഷ്ടിച്ചവനായ നാഥനെ തൃപ്തിപ്പെടുത്തുമ്പോഴും ഇസ്ലാം മതമായി അംഗീകരിക്കാൻ കഴിയുമ്പോഴും അന്ത്യപ്രവാചകനെ തന്റെ നേതാവായി കാണാൻ കഴിയുമ്പോഴുമാണ് എന്ന മഹത്തായ സന്ദേശം നമുക്ക് മുമ്പിൽ കേൾക്കാം. السلام عليكم. أنا أقول حديث حلاوة الإيمان. قال رسول الله صلى الله عليه وسلم ذاك طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. ഒരു പടവൃക്ഷം പോലെ ആഴ്ന്നിറങ്ങിയ വേരും പന്തലിച്ചു നിൽക്കുന്ന ചില്ലകളും ഏത് കൊടുങ്കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന ജീവിതാശയ ബോധ്യത്തെ ബോധ്യപ്പെടുത്തുന്ന വിശ്വാസകാര്യങ്ങളെ തിരിഞ്ഞൊഴി മൊഴിഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും. അനാ ഹയാൻ അഖൂലുൽ ഹദീസ അർക്കാനുൽ ഈമാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സഅനൽ ഈമാനി അൻ തുഅ്മിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇസ്ലാം അത് പഞ്ചസ്തംഭങ്ങളായ ബലിഷ്ഠമാണ്. ഒന്ന് മറ്റൊന്നിനെ ശക്തി പകരുന്നതാണ്. നിർബന്ധമായ ഈ കർമ്മങ്ങളെ പ്രവാചക വചനങ്ങളാൽ ഇവിടെ സമർപ്പിക്കുന്നു. أقول الحديث أركان الإسلام. قال رسول الله صلى الله عليه وسلم الإسلام أن تشهد أن لا إله إلا الله وأن محمدا رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. നമ്മളെല്ലാവരും ഈ പ്രവാചക വചനം പാരായണം ചെയ്യുന്ന ഖുർആൻ നമുക്ക് നാളെ തണലായി ഒരു ശുപാർശകനായി ഉന്നത പദവിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുമെന്ന് പ്രവാചക വചനം നമ്മളുമായി പങ്കുവെക്കുന്നു. അസ്സലാമു അലൈക്കും. അനാ മുഹമ്മദ് വിൽദാൻ അഖൂലുൽ ഹദീസ ഫളലുൽ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്നാബിഹി. താജ്മഹലും ചൈനയിലെ വൻമതിലും ബുർജ് ഖലീഫയും മനുഷ്യൻ മഹാത്ഭുതങ്ങളായി കാണുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ലോകാത്ഭുതങ്ങളായി സ്വന്തം ജീവിതത്തെ മുഅ്മിൻ തിരിച്ചറിഞ്ഞ് സന്തോഷത്തിലും സന്താപത്തിലും ക്ഷമിക്കാനും സഹിക്കാനും സന്തോഷിക്കാനും സ്വന്തം മനസ്സിനെ പഠിപ്പിക്കാൻ കരുത്തുറ്റ പ്രവാചക വചനവുമായി അസ്സലാമു അലൈക്കും. അനാ അസീം അബ്ദുല്ലാഹ് അഖൂലുൽ ഹദീസ അജബൻ ലിൽ മുഅ്മിൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عجبا لأمر المؤمن إن أمره كله له خير وليس ذلك لأحد لا للمؤمن إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له. മുസ്ലിങ്ങൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണ്. അതിന്റെ ഓരോ മണൽത്തിരിക്കും ബാധ്യതകൾ ഉണ്ട്. സലാം മടക്കലും രോഗിയെ സന്ദർശിക്കലും ജനാസയെ പിന്തുടരലും ക്ഷണം സ്വീകരിക്കലും തുമ്മിയാലുള്ള പ്രാർത്ഥന പോലും ഇതിൽ ചിലത് മാത്രം. നമുക്ക് മുമ്പിൽ പ്രവാചക വചനം നോക്കൂ. അസ്സലാമു അലൈക്കും. അന ഉമർ ബിൻ ഇംതിയാസ് അഖൂലുൽ ഹദീസ ഹുഖൂഖുൽ മുസ്ലിം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹംസ റദ്ദുസ്സലാം വയാദത്തുൽ മലീക് വത്തിബാഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതസ്മീതുൽ ആതിസ്. വിശ്വാസിയുടെ മാതൃക പ്രവാചകനാണ്. ശ്രേഷ്ഠമായ കർമ്മങ്ങളും അമലുകളും വള്ളിപുള്ളി തെറ്റാതെ പിന്തുടരേണ്ടത് പ്രവാചകനെ മാത്രമാണ്. അല്ലാത്തതെല്ലാം ബാത്തുലാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഇമാമിനെ മുൻകടക്കരുതെന്നതുപോലും ദീനിൽ കണിശമാണ്. നമുക്ക് മുമ്പിൽ പ്രവാചക മൊഴി. അസ്സലാമു അലൈക്കും. അന ആദിസ് അഹ്മദ് അഖൂലുൽ ഹദീസ അസ്സലാത്തു അൽഫുൽ ഇമാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ജുഅലൽ ഇമാമു ലിതമ്മ ബി ഫൈദാ റകഅ ഫർകഹു വൈദാ റഫ
കൂടുതൽ ലാഭം, കുറഞ്ഞ കാലം വേഗത്തിൽ വരുമാനം. എളുപ്പവഴികൾ തേടുന്ന മനുഷ്യന്റെ മുമ്പിൽ മനസ്സമാധാനത്തിനും ശാന്തിക്കും പരലോക പ്രതിഫലത്തിനും നാളെ മീസാനിൽ ഘനം തൂങ്ങുന്നതും ഒരു വിശ്വാസി എപ്പോഴും ജീവിതത്തിൽ പറയേണ്ടതുമായ ദിക്ർ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തിനും ഏതിനും ഒറ്റമൂലി തേടുന്ന മനുഷ്യന്റെ മുമ്പിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും മനപ്പൊരുത്തത്തിന്റെയും മഹത്വപൂർണവും മഹിതവും മാനവികവുമായ സന്ദേശമായി പഠിപ്പിച്ചത് നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നതാണ്. സ്വർഗം നിഷേധിക്കപ്പെടാൻ സൗഹാർദ്ദ തകർച്ചയാണെങ്കിലും പരിഹാരമായി നിർദ്ദേശിച്ചത് സലാമിന്റെ വ്യാപനം തന്നെ. നമുക്ക് മുമ്പിൽ റസൂലിന്റെ തിരുമൊഴി. കുറവുകൾ കണ്ടെത്താൻ മനുഷ്യനെ കഴിഞ്ഞിട്ടേയുള്ളൂ. നന്മ പറയാൻ പിശുക്ക് കാണിക്കുന്നതിൽ മനുഷ്യൻ മുമ്പിലാണ്. അന്നപാനീയങ്ങൾക്ക് പോലും പോരായ്മ കണ്ടെത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഭക്ഷിക്കുക, താല്പര്യമില്ലെങ്കിൽ മാറ്റിവെക്കുക, കുറ്റം പറയരുത് എന്നാണ്. നമുക്ക് മുമ്പിൽ പ്രവാചകമൊഴി. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ പിടിച്ചു വെക്കാനുള്ളതല്ല. അവനവനും അപരനും അർഹതപ്പെട്ടത് അവഗണിക്കപ്പെട്ടുകൂടാ. നാം കാണാത്ത അദൃശ്യ സൃഷ്ടികൾ സ്വതക്ക നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പിടിച്ചു പിശുക്കനായി ജീവിക്കുന്നവരെ നശിപ്പിക്കാൻ തേടുമെന്നും മുത്തറസൂലിന്റെ മുത്തുമൊഴികളാണ്. ഹദീസ് പാഠവുമായി ശതകോടീശ്വരന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ലോകം മുഴുവനും നേടിയവനായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ്. പ്രവാചക മൊഴി നമുക്ക് മുമ്പിൽ. അസ്സലാമു അലൈക്കും. അനാ സക്കീർ അഖൂലുൽ ഹദീസ ഫളിലു സ്വലാത്തു ഫജ്ർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തുൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹ. ഉമ്മ എന്ന വികാരം ഉമ്മത്തിൻ്റെത് മാത്രമല്ല, ജീവലോകത്തിൻ്റെതാണ്. മാതൃത്വം മതപരമായി പഠിപ്പിക്കുന്നത് കടമകളുടെ കലവറകളായിട്ടാണ്. ആരോടാണ് കടപ്പാട് എന്ന പ്രവാചകനോടുള്ള ആവർത്തിച്ച ചോദ്യത്തിന് 3 തവണ ഉമ്മുക്ക എന്ന മഹത്തായ വചനം പഠിപ്പിച്ചുകൊണ്ട് 4ാമതായി പിതാവിനെയും ഓർമ്മപ്പെടുത്തി മാതാപിതാക്കളോടുള്ള വിശ്വാസിയുടെ സമീപനം ബോധ്യപ്പെടുത്തുന്ന പ്രവാചക മൊഴി. ഓരോ പ്രഭാതവും പ്രതീക്ഷ കൊണ്ടേതാണ്. ഓരോ ജീവിയും പ്രഭാതത്തെ പ്രതീക്ഷിക്കുന്നത് നിറഞ്ഞ സ്വപ്നങ്ങളോടെയാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിക്റിന്റെ നനവുള്ള നാവുകൾ കൊണ്ട് പ്രഭാതത്തെ സ്വീകരിക്കുന്നതാണ് റസൂലിനെ ഇഷ്ടമെന്ന മൊഴിയെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അനാ മുർഫ ഫാത്തിമ ഖുലുൽ ഹദീസ ദിക്റുല്ലാഹി അലാ മിനദ് ദുനിയ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ
ബാറക്കല്ലാഹു ഫീക്കും. അൽഫിത്ര പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഈ കൊച്ചു കൂട്ടുകാർക്ക് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ.